ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കേൾക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ ആപ്ലിക്കേഷനിൽ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത് ലൈവായിട്ട് തന്നെ എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ വർഷം പഠിക്കുന്ന പ്രോഗ്രാമിംഗ് എന്നുള്ളതിന്റെ ഒരു വളരെ ബേസ് ആണ്, ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ. അപ്പൊ എന്താണ് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത? ഇവിടെ എന്താണ് ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പ്രോഗ്രാമിംഗ് എന്ന്. അപ്പൊ എന്താണ് ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഗ്രാമിംഗ് ഇതുവരെ കേട്ടിട്ടുണ്ടാവും പ്രോഗ്രാമിംഗ്. അപ്പൊ നമ്മളിവിടെ പഠിക്കാനുള്ള, ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള സംഭവം എന്താണ്? നമുക്കിവിടെ 2 കൊല്ലം പഠിക്കാനുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ ആണ്. C++ എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പൊ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇത് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, അതോ പ്രോഗ്രാം എന്ന് പറയുന്നത്, പ്രോഗ്രാം ചെയ്യുന്നതിനാണ് പ്രോഗ്രാമിംഗ്. അപ്പൊ എന്താണ് പ്രോഗ്രാം? കമ്പ്യൂട്ടർ പ്രോഗ്രാം ധാരാളം കേട്ടു. അപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിക്കാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ആര് കൊടുക്കുന്നതാണ്? നമ്മൾ കൊടുക്കുന്നത്. ബൈ എ യൂസർ. ആരാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ ശരിക്കും ഒരു അടിമയാണ് കമ്പ്യൂട്ടർ. നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ ആർക്ക് പറ്റുള്ളൂ, കമ്പ്യൂട്ടർ. അപ്പൊ നമ്മൾ എങ്ങനെ, ഹൗ വി ഗിവ് ഇൻസ്ട്രക്ഷൻസ്, അടുത്ത ചോദ്യം. നമ്മൾ എങ്ങനെ നിർദ്ദേശം കൊടുക്കും? ഇപ്പൊ നിങ്ങളെ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു രാവിലെ ക്ലാസ്, അത് നിങ്ങൾക്കൊരു നിർദ്ദേശമാണ്. അത് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് തന്നത്? അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയച്ചു. അതായത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടെ ഞാനൊരു ഭാഷ ഉപയോഗിച്ചു. ഐ യൂസ്ഡ് ഇംഗ്ലീഷ് ഓർ മലയാളം, വാട്ട് എവർ ബി ദ ലാംഗ്വേജ്. എനിവേ ഐ ഹാവ് ടു കൺവേ ടു യു. അപ്പൊ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിർദ്ദേശം തരണമെങ്കിൽ എന്ത് വേണം? ഒരു ലാംഗ്വേജ് ആവശ്യം. ഒരു പ്രോഗ്രാമിംഗ് അല്ലെ ഒരു ലാംഗ്വേജ് ആവശ്യം. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ്, ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, നിർദ്ദേശങ്ങൾ തരണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു ലാംഗ്വേജ് വേണം. അപ്പൊ കമ്പ്യൂട്ടർ നിർദ്ദേശം കൊടുക്കാൻ എന്തുണ്ടായിരിക്കണം? ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ്, കുറെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. C++, ജാവ, പാസ്കൽ, അങ്ങനെ കുറെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. അപ്പൊ അതിലത്തെ ഒരു ലാംഗ്വേജ് ആണ് C++. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിനെയാണ് പ്രോഗ്രാമിംഗ്. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ അത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് അടിസ്ഥാനപരമായ കുറച്ച് ആശയങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു സമൂഹത്തിലുള്ള പ്രോഗ്രാമിംഗ് നേരെ എഴുതാൻ തുടങ്ങുകയാണോ ചെയ്യുക, എന്താണ് നമ്മളിവിടെ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതാണ് ആദ്യം. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്താ പ്രോബ്ലം? ഇപ്പൊ നമ്മൾ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യേണ്ടതാണ് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യണം, കമ്പ്യൂട്ടർ വെച്ച് സോൾവ് ചെയ്യണം. അപ്പൊ അതിനാദ്യം പ്രോബ്ലം എന്താണ് നമുക്ക് തിരിച്ചറിയുന്നത്, എന്താണ് പ്രോബ്ലം നമുക്ക് തിരിച്ചറിയണം. അപ്പൊ അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് നമുക്ക് എന്ത് സംഭവം, നമ്മളിപ്പോ റിയൽ ലൈഫിൽ നമുക്ക് നമ്മളോട് പറയാം, എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്, എനിക്ക് ഒന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് എന്താ പ്രോബ്ലം തന്നെ ചോദിക്കും. ആ പ്രോബ്ലം എന്താണെന്നുള്ളത് വി ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് പ്രോബ്ലം. നമുക്ക് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം, അത് എന്താണ് സംഭവം. എന്നാൽ മാത്രമേ അതിന്റെ സൊല്യൂഷനിലേക്ക്, അതിന്റെ ഒരു ഉത്തരത്തിലേക്കോ അതിന്റെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ, നമുക്കൊരു അസുഖമായിട്ട് നമ്മൾ ഡോക്ടറെ ഡോക്ടർ അവിടെ നിന്ന് നമ്മളെ പരിശോധിച്ച് എന്താണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി മാത്രം മതിയാവില്ല. വി ഹാവ് ടു ഗോ ത്രൂ സം മെഡിക്കൽ ടെസ്റ്റ്. ചിലപ്പോൾ ലാബ് ടെസ്റ്റുകളിൽ, ചിലപ്പോൾ എക്സ്റേ, ചിലപ്പോൾ സ്കാനിങ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷനിൽ അടങ്ങിയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കാനിങ്, എക്സ്റേ വഴി ഡോക്ടറെ കാണിച്ച് അപ്പൊ കറക്റ്റ് പ്രോബ്ലം ഐഡന്റിഫൈ, എന്താണ് നമ്മുടെ അസുഖം എന്താണ്. അതിനുശേഷം മാത്രമേ മരുന്ന് തീരുമാനിക്കൂ. അപ്പൊ ഇവിടെ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് തന്നെയാണ്?
problem identification. So in this step, we have to identify what exactly the problem is. അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്താണ് നമ്മുടെ നമുക്കൊരു പ്രോബ്ലം തന്നു അത് ഏത് പ്രോബ്ലം മാത്സോ ഫിസിക്സോ കെമിസ്ട്രി ആയിക്കോട്ടെ ആ പ്രോബ്ലം തന്നു നിങ്ങൾ കിട്ടി ക്വസ്റ്റ്യൻ കിട്ടുന്ന നോക്കിയിട്ട് എഴുതാൻ തുടങ്ങുന്നില്ല ചെയ്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി ആ പ്രോബ്ലത്തിൽ എന്താണ് കാണുന്നതെന്നുള്ളത് മനസ്സിലാക്കി അതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്നുള്ളത് നോക്കി അതിന്റെ ആ ഫോർമുലകൾ നിങ്ങൾ എഴുതി വെച്ച് അങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ എന്താണ് നമ്മൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി വരുമ്പോൾ നോട്ട്സ് എഴുതാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് പിന്നെ കണ്ട് ഞാൻ വാട്സപ്പിൽ ഇട്ട് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് റെക്കോർഡ് കാണുകയും ചെയ്യും ആ സമയത്ത് എഴുതിയെടുത്താലും മതി. ഇപ്പൊ ജസ്റ്റ് കണ്ടിരുന്നതിനും കുഴപ്പമില്ല. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് ഈ രണ്ട് പേരും നിങ്ങൾക്ക് പുതിയതായി. അൽഗോരിതം ALGORITHM ആൻഡ് ഫ്ലോ ചാർട്ട് ഈ രണ്ട് ടേം നിങ്ങൾക്ക് പുതിയതാണ്. ദിസ് ഇസ് അവർ സെക്കൻഡ് സ്റ്റെപ്പ്. എന്താണ് അൽഗോരിതം, എന്താണ് ഫ്ലോ ചാർട്ട്? നമുക്ക് വളരെ അത്യാവശ്യം വിശദമായിട്ടൊന്ന് നോക്കേണ്ടത്. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഒരു ഷീറ്റ് എടുക്കാം. അതിൽ നമുക്ക് എന്താണ് അൽഗോരിതം എന്നുള്ളത് തിരിച്ചുവിടുന്നത്. നമുക്കിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അൽഗോരിതം എന്താണ്. എന്താണ് അൽഗോരിതം? അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറച്ച് സ്റ്റെപ്പുകളാണ്. ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള അത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 ആയിട്ട് ഇങ്ങനെ എഴുതി കൊണ്ടുപോയിട്ട് അവസാനം അതിന്റെ സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ അത് ഒന്നുമില്ല. നമ്മൾ സാധാരണ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊക്കെ മാത്സിന്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ആദ്യം സ്റ്റെപ്പ് ആദ്യത്തെ ചെയ്തു, രണ്ടാമത്തെ ചെയ്തു, മൂന്നാമത്തെ ചെയ്തു, അങ്ങനെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായി സൊല്യൂഷൻ കിട്ടും, ആൻസർ കിട്ടും. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം വെച്ചാൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സിമ്പിൾ സെന്റൻസ് ആയിട്ട് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്ന് പറയാം. അത് ഏതായിക്കോ. അപ്പൊ നമുക്കൊരു വളരെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു 2 നമ്പർ 3 നമ്പർ കൂട്ടാൻ പോകും, അല്ലെങ്കിൽ 2 നമ്പർ കൂട്ടാൻ പോകും. അതിന് 2 നമ്പറിന്റെ തുക കാണാൻ പോകും. അതിന്റെ അൽഗോരിതം എഴുതാന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അൽഗോരിതം. അപ്പൊ അൽഗോരിതത്തിന് കുറച്ച് നിയമങ്ങളുണ്ട് കേട്ടോ. അൽഗോരിതം എഴുതാൻ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ നിയമങ്ങൾ നമുക്ക് നോക്കിയത്? എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റെപ്പ് 1 ഇങ്ങനെ എഴുതുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ സ്റ്റാർട്ട്, ക്യാപിറ്റൽ എഴുതാം, സ്മോൾ എഴുതാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2 നമ്പേഴ്സിന്റെ എക്സ് വൈ ഇതിന്റെ സമ്മ കാണാനുള്ള അൽഗോരിതം എഴുതുക എന്നുള്ളതായിരുന്നു ഈ സ്റ്റെപ്പ്. അൽഗോരിതം എന്നുള്ള പേരൊക്കെ കേട്ടാൽ നമുക്ക് വളരെ ഒരു വലിയ സംഭവം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് അൽഗോരിതം എന്നുള്ളൊരു പേര് വരേണ്ട കാര്യമില്ല. ഇത് കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ്, ഒരു മാത്തമാറ്റീഷ്യൻ മുഹമ്മദ് അൽ ഖാസിമി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പേരാണ്. ഈ പേരുണ്ട്, ഇതിന്റെ പേരെ പുസ്തകം പറഞ്ഞുതരാം, മനസ്സിലാക്കിയത്. അൽ ജാഫർ മുഹമ്മദ് ഖാസിമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അതിന്റെ അൽഗോരിതം എന്നുള്ള പേര് വന്നത്. അപ്പൊ ഇവിടെ എക്സ് വൈ എന്നുള്ള 2 നമ്പറിന്റെ സമ്മ കാണാനുള്ള ഒരു അൽഗോരിതം എഴുതും. അപ്പൊ അൽഗോരിതം സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ എഴുതാം. ഇവിടെ 2 നമ്പറിന്റെ സമ്മാണല്ലോ നമുക്ക് കാണേണ്ടത്. അത് ആരാ കാണുന്നത്? കമ്പ്യൂട്ടറാണ് കാണുന്നത്. നമ്മൾ 2 നമ്പർ നമ്മളെ കയ്യിലുള്ളത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കും, കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യും. അങ്ങനെ കമ്പ്യൂട്ടർ ആ 2 നമ്പറും നമ്മുടെ അടുത്ത് നിന്ന് മേടിച്ച് കണക്ക് കൂട്ടി അതിന്റെ തുക കണ്ട് നമുക്ക് തിരിച്ചു തരും. ഇതാണ് അതിന്റെ ഐഡിയ. അപ്പൊ അതിന് എഴുതുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ട്, അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഇൻപുട്ട് എക്സ് കോമ വൈ. എന്താ ഇൻപുട്ട് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ? ഇൻപുട്ട് എക്സ് കോമ വൈ നമ്മൾ 2 നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. എവിടേക്ക്? ആര് ഇൻപുട്ട് ചെയ്യുന്നു? നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. എവിടേക്ക് ഇൻപുട്ട് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. അപ്പൊ ഇൻപുട്ട് എക്സ് കോമ വൈ. അതൊക്കെ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്നുള്ള 2 നമ്പർ എവിടെ എത്തി? കമ്പ്യൂട്ടറിലെത്തി. മൂന്നാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഈ 2 നമ്പറുള്ള കൂട്ടും. എന്നിട്ട് ഒരു നമ്പർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. കമ്പ്യൂട്ടർ എന്ത് ചെയ്തു? കമ്പ്യൂട്ടർ ഉള്ളിലേക്ക് എത്തിയ ഈ എക്സ് വൈ എന്നുള്ള 2 നമ്പറിനെയും എടുത്ത് കൂട്ടി അതിന്റെ തുക ഏതിലേക്ക് സ്റ്റോർ ചെയ്തു? ഈ സെറ്റിലേക്ക് സ്റ്റോർ ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പ് പ്രിന്റ്
സെറ്റ്. എന്തിനാ ഈ പ്രിന്റ് സെറ്റ്? ഇപ്പൊ എന്താ സംഭവിച്ചത്? കമ്പ്യൂട്ടർ രണ്ട് നമ്പർ നമ്മൾ എടുത്തു, അത് കൂട്ടിയിട്ട് എവിടെ സ്റ്റോർ ചെയ്തു? സെഡിൽ സ്റ്റോർ ചെയ്തു. ഇപ്പൊ ഈ തുക, രണ്ട് നമ്പറിന്റെയും തുക എവിടെയുള്ളത്? കമ്പ്യൂട്ടറിന്റെ കയ്യിലെ, കമ്പ്യൂട്ടറിനുള്ളിലാണുള്ളത്. അത് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? പ്രിന്റ് സെറ്റ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഔട്ട്പുട്ട് സെറ്റ് എന്ന് എഴുതാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് എഴുതണ്ട. പ്രിന്റ് സെറ്റ്. അപ്പൊ എന്തായി? കമ്പ്യൂട്ടറിനുള്ളിൽ നമുക്ക് ഈ സെറ്റിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കിട്ടും. അവസാനത്തെ സ്റ്റെപ്പാണ് നമുക്ക് വളരെ സിമ്പിൾ ആയ സ്റ്റെപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൂട്ടം സ്റ്റെപ്പിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ ആയ പ്രോബ്ലം ആണ്, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും എഴുതാനൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് എങ്ങനെ? അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഈ ലെഷൻ കൂടെ ഒരു ഹയർ ഡെഫിനിഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് ഡിസ്ക്രൈബിംഗ് ഹൗ എ പ്രോബ്ലം ഈസ് ടു ബി സോൾവ്. നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരുന്ന ഇതിലുള്ള ചെറിയ ചെറിയ നോട്ട്സ് മാത്രം എഴുതിയെടുത്താൽ മതി. വലിയ നോട്ട് ചെയ്താൽ അയച്ചു തരാം. അപ്പൊ ഇതാണ് നമുക്കുള്ള ഒരു ഈ രണ്ട് നമ്പറിന്റെ സമ്മ് കാണാനുള്ള പ്രോബ്ലം. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 3 നമ്പർ എടുക്കാം, എക്സ് വൈ സെഡ്. അതിന്റെ സമ്മും കാണും, അതിന്റെ ആവറേജും കാണും. അതിൻ്റെ ഒരു അൽഗോരിതം എഴുതി. അപ്പൊ എങ്ങനെയാണ് സമ്മും ആവറേജും ഒക്കെ കാണാമെന്നുള്ള ആദ്യം അറിയണം. സമ്മ് കാണാൻ 3 നമ്പറിന്റെ സമ്മ് കാണാൻ എക്സ് പ്ലസ് വൈ പ്ലസ് എച്ച്. ആവറേജ് എങ്ങനെ കാണാൻ പറ്റും? അതിന്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ ആവറേജ് കിട്ടും. അപ്പൊ നമുക്ക് അതൊന്ന് അൽഗോരിതം എഴുതുന്നു. സ്റ്റെപ്പ് അതുപോലെ തന്നെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. എന്തായാലും ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദി സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അതാണ് ചോദ്യം. അപ്പൊ 3 നമ്പേഴ്സ് ഏതൊക്കെയാണ്? എക്സും വൈയും സെറ്റും. അപ്പൊ അതിന്റെ അൽഗോരിതം എങ്ങനെ എഴുതാൻ പറ്റും? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ് വരിക? കാരണം ഇപ്പൊ നമ്മൾ ഈ 3 നമ്പർ നമ്മളെ കയ്യിലാണുള്ളത്. ഇപ്പൊ എക്സ് വൈ സെഡിന് പറയാം എ ബി സി എഴുതാം, നമുക്ക് പി ക്യു ആർ എഴുതാം, N1 N2 N3 എഴുതാം. അത് നമ്മുടെ ഇഷ്ടം. നമുക്ക് എന്ത് വേണം നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ എക്സും വൈയും സെറ്റും നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് വരുന്നത് പറയും? ഇൻപുട്ട് എക്സ് വൈ സെറ്റ്. കാരണം ഈ 3 നമ്പറും ഇപ്പൊ നമ്മുടെ നമുക്ക് ആവശ്യം എന്താണ്? 3 നമ്പർ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞു. കമ്പ്യൂട്ടർ അത് 3 എണ്ണം കൂട്ടി അതിന്റെ ആവറേജ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇപ്പൊ ഈ 3 നമ്പർ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അത് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. അതിനാണ് ഇൻപുട്ട് സ്റ്റെപ്പ്. നേരത്തെ എഴുതി കൊടുത്തത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? കമ്പ്യൂട്ടർ 3 നമ്പർ അതിലേക്ക് എത്തി, കമ്പ്യൂട്ടറിലേക്ക് എത്തി. ഇനി നമുക്ക് അതിന്റെ സമ്മും ആവറേജും കാണാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? സം എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് അറിയുന്നതാണ്. തുക കണ്ടു. അതേപോലെ തന്നെ നാലാമത്തെ സ്റ്റെപ്പിൽ അതിന്റെ ആവറേജ് കാണും. ആവറേജ് ഞാൻ എ വി എന്ന് നമുക്ക് ഒരു എന്ന് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ആവറേജ് എങ്ങനെ കാണാൻ പറ്റും? ഈ സമ്മ് 3 എണ്ണം കണ്ടില്ല. അപ്പൊ എസ് ബൈ 3 ആണ് എന്ത്? ആവറേജ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? ഇപ്പൊ രണ്ടും എസും ആവറേജും ഇപ്പൊ എവിടെയുള്ളത്? കമ്പ്യൂട്ടർ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിനാണ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ പ്രിന്റ് എസ് കോമ എ ബി. അപ്പൊ എന്തായി? കമ്പ്യൂട്ടറിനുള്ളിൽ നിന്ന് ഈ സമ്മും ആവറേജും നമുക്ക് കിട്ടും. ആറാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതാണ് നമുക്ക് എന്തിനുള്ളത്? 3 നമ്പറിന്റെ സമ്മും ആവറേജും കാണാനുള്ള അൽഗോരിതം. ഇത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചോളണം. കാരണം നമുക്ക് എക്സാമിനേഷന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളുമാണ്. 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. സമ്മും ആവറേജും കാണാനുള്ള പ്രോബ്ലം. ഒരു അൽഗോരിതം എഴുതാൻ പറഞ്ഞു. വെറുതെ ഒന്നുമില്ല, സ്റ്റാർട്ട് സ്റ്റോപ്പ് ആയിട്ട് ആദ്യം സ്റ്റാർട്ട് 3 നമ്പർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് നമ്മൾ എഴുതുന്നു. കാരണം 3 നമ്പർ എ പ്ലസ് ബി പ്ലസ് സി എന്തായാലും കുഴപ്പമില്ല. ഓക്കെ. ഇനി നമ്മൾ ഇപ്പൊ നിങ്ങൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമുക്ക് ഇപ്പോൾ കുറെ ടൈം നമുക്ക് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഡൗട്ട് എൻഗേജ് ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങളിത് കേൾക്കുന്നു. നിങ്ങളിത് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു വേറെ സമയം നമുക്കതിന് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാം എന്താണെന്നുള്ളത്. കാരണം ഇപ്പൊ നമുക്ക് ഡൗട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായി. അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലം നോക്കി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്നോട് വേണ്ട ഫോൺ വഴി വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഡൗട്ട് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ വേറെ 1-2 പ്രോബ്ലംസ് കൂടെ നമുക്ക് നോക്കാം. അതിപ്പോ അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു സെക്ഷനിലേക്ക് ഒരു കാര്യം ചെയ്ത് പെട്ടെന്നൊന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. ഒന്ന് വേഗം ഒന്ന് എഴുതിയെടുത്തോളൂ. 2 മിനിറ്റ് സമയം തരാം. വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതിയെടുത്തോളൂ.
ഞാൻ ബോർഡ് മാത്രം ഇനി നമുക്ക് ഫ്ലോ ചാർട്ട് എന്താണെന്ന് നോക്കിയോ. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം അൽഗോരിതത്തിലും കുറച്ച് ഫ്ലോ ചാർട്ടുകൾ നമുക്ക് വരയ്ക്കാം. നമുക്ക് എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് നോക്കിയോ. ഫ്ലോ ചാർട്ട് ഈ പേരിൽ തന്നെ ചെറിയൊരു ഐഡിയ ഉണ്ട്. ചാർട്ടാണ്. ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രസഹിതം നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിന്റെ ആ ഒരു ഫ്ലോ. പേരെന്താണ്? ഫ്ലോ ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒഴുക്കാം. നമ്മൾ ആദ്യം എവിടെയെങ്കിലും സ്ഥലത്ത് പുറപ്പെടുന്നു, അവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് ഒരു ആരോ കിട്ടുന്ന ഒരു ഡയഗ്രാം കാണിക്കില്ലേ, എവിടേക്കൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെ പോകുന്നു. ചിലപ്പോൾ ചില സ്ഥലത്ത് എത്തിയിട്ട് വഴി പിരിഞ്ഞു പോകും, രണ്ടായിട്ട് പോകും. അപ്പോൾ ഒരു വഴി അങ്ങനെ പോകുന്നു, ഒരു വഴി ഇങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ചിത്രസഹിതമുള്ള പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ ഈ നോട്ട് നമ്മൾ സൈഡിൽ തന്നെ എഴുതി വെച്ചോട്ടോ. നോട്ട് ചെറിയൊരു ഷോർട്ട് ആയിട്ട് എന്താണ്? പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്ത്? ഹൗ എ പ്രോബ്ലം ക്യാൻ ബി സോൾവ്. പിക്ചോറിയൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഗ്രാഫിക്കൽ. ബോത്ത് ആർ ഈക്വൽ. So flowchart is a pictorial representation. It's a graphical representation how a problem is to be solved. ഇതാണ് ഡെഫിനിഷൻ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടത്? ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ചിത്രങ്ങൾ വന്നാൽ തോന്നിയ ചിത്രങ്ങൾ, അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്റ്റാർട്ട് എന്നുള്ളത് നമുക്കൊരു ചിത്രമുള്ള ഒരു സിമ്പൽ ഉള്ളത് ഇതാണ് സ്റ്റാർട്ടിന്റെ സിമ്പൽ. സ്റ്റോപ്പിനും തന്നെയാണ്. അപ്പൊ പിന്നെ അതുപോലെ നമുക്കൊരു കാര്യം, നമുക്ക് ഒരു രണ്ട് നമ്പർ കൂട്ടാനുള്ള അൽഗോരിതം റീഡ് എ കോമ ബി എക്സ് കോമ വൈ അങ്ങനെ കഴിയും. അപ്പൊ നമുക്ക് ഫ്ലോ ചാർട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതാണ് സ്റ്റാർട്ട്. അടുത്ത എന്തായിരുന്നു നമ്മൾ അൽഗോരിതം നോക്കിയറിയാം, ഇൻപുട്ട് എക്സ് കോമ വൈ. അപ്പൊ ഇൻപുട്ട് ചെയ്യാനുള്ള സിമ്പൽ ഇതാണ്. ഇതിനെ നമുക്ക് പാരലലോഗ്രാം എന്ന് പറയും. പാരലലോഗ്രാം. ഇവിടെ ഇൻപുട്ട് എക്സ് കോമ വൈ, എക്സ് വൈ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് എക്സും വൈ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാൻ മീൻസ് അതൊരു പ്രോസസ്സാണ്. ഇപ്പൊ കൂട്ടുക, ഗുണിക്കുക, ഹരിക്കുക, പിന്നെ പെർസെൻറ്റേജ് കാണാം. വാട്ട് എവർ ബി ദ പ്രോസസ്, ആ പ്രോസസ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് കറക്റ്റ് റെക്ടാങ്കിളിലാണ്. ദിസ് വൺ ഈസ് പാരലലോഗ്രാം. ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള രീതിയിൽ ചെയ്തത്. ദിസ് ഇസ് പാരലലോഗ്രാം. But this is our rectangle. ദീർഘചതുരം എന്ന് മലയാളത്തിൽ പറയും. This is somewhat different. രണ്ട് സൈഡിലും ഒരു കർവ് ഒക്കെ പോകാം. ഞാൻ പ്രവചിച്ചതിന്റെ പ്രശ്നമായിരിക്കും. ബുക്കിൽ നോട്ട് അയച്ച വ്യക്തമായിട്ട് അയച്ചു തരാം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യിപ്പിക്കേണ്ടത്, നമുക്ക് രണ്ടെണ്ണം നമ്മൾ കൂട്ടി z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ എപ്പോഴും പ്രോസസ് എവിടെ വരുന്നു, അത് ചിലപ്പോൾ ഗുണിക്കാനാവാം, അത് ചിലപ്പോൾ പെർസെൻറ്റേജ് കാണാനാവാം, അത് ചിലപ്പോൾ ഈക്വൽ ടു എഴുതാനാവും. അപ്പോൾ എക്സ് ഈക്വൽ ടു 10, എ ഈക്വൽ ടു 1 എന്നൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ റെക്ടാങ്കിൾ ആണ് ഉപയോഗിക്കുക. സ്റ്റാർട്ട് വിളിക്കാൻ റെക്ടാങ്കിൾ ഉപയോഗിക്കില്ല. അതുമാതിരി ഇൻപുട്ട് ചെയ്യാനും അതുമാതിരി ഔട്ട്പുട്ട് എടുക്കാനും പ്രിന്റ്, അതിനും ഈ പാരലലോഗ്രാം ഉപയോഗിക്കും. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓരോന്നിനും ഓരോരോ സിമ്പിൾസ് ആണ്, പ്രതീകങ്ങൾ. ആ സിമ്പിൾ മാറി ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പൊ നമ്മൾ കൂട്ടി കിട്ടി നമ്മൾ അൽഗോരിതം നോക്കി നമുക്ക് ആ അൽഗോരിതത്തിന് എങ്ങനെ ചിത്രത്തിനുള്ള ആക്കിയാൽ മതി, കഴിഞ്ഞു. വേറെ ചെയ്യാനില്ല. പ്രിന്റ് z. ഇനി നമ്മുടെ സ്റ്റോപ്പാണ്. സ്റ്റോപ്പിന് സ്റ്റാർട്ടിന്റെ അതേ സാധനമാണ്. നമ്മൾ നോക്കി നോക്കി ഇവിടെ എന്താ ചെയ്തതെന്നുള്ളത്. സ്റ്റാർട്ട് നമ്മൾ അൽഗോരിതം തന്നെ. അൽഗോരിതം നോക്കി സ്റ്റാർട്ട് ഇൻപുട്ട് എക്സ് വൈ z ഈക്വൽ എക്സ് പ്ലസ് വൈ പ്രിന്റ് z സ്റ്റോപ്പ്. ഇതിങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 എഴുതിയാണ് അൽഗോരിതം ചെയ്തത്. അതിനെ എടുത്തിട്ട് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആക്കുകയാണ്. എന്തുകൊണ്ട് ചെയ്തത്? ഫ്ലോ ചാർട്ടിലാണ് ചെയ്തത്. ഫ്ലോ ചാർട്ട് കൂടെ നമുക്ക് കാണാം. ക്ലിയർ?
അപ്പൊ ഇനി നമുക്ക് നോക്കാമോ, അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇതില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം എന്തൊക്കെയാണ് സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് അറിയാം. സോ ദിസ് വൺ ഈസ് കോൾഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ്. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനുള്ളതാണ് ഈ സിമ്പിൾ, ഒരു ഓവൽ സിമ്പിൾ നമുക്ക് പറയാം. ഇനി ഇതിനെ പറയുന്ന പേരാണ് പാരലലോഗ്രാം. ഇത് എന്തിനുള്ളതാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ടിനുള്ളതാണ്. ഇതിന്റെ പേര് പാരലലോഗ്രാം എന്നാണ് അതിന്റെ പേര്. ഇനി നമ്മുടെ റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിൾ എന്തിനു ഉപയോഗിക്കുന്നു? ഇത് പ്രോസസ്സിംഗ്, ഇത് മാറി ഉപയോഗിക്കുന്നു. ഇനി വേറൊരു സാധനം ഉണ്ട്, അത് നമ്മൾ കുറച്ചും കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആണ്. ഇതിന് ഡിസിഷൻ ബോക്സ് പറയും. ഡിസിഷൻ ബോക്സ്, ഇതിന്റെ പേര് റോംബസ് എന്നാണ്. ഇതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, നമുക്ക് ഇത് വരാനായിട്ടില്ല. പിന്നെ നമുക്ക് അറിയുന്ന സാധാരണത്തെ ആരോ, അത് ഫ്ലോ കാണിക്കാനാണ്. ഒന്നും എവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടപ്പെടുന്ന സ്റ്റാർട്ട് കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റെപ്പ് കാണിച്ചു, അതിന് ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോ. പിന്നെ വേറെ സാധനത്തെ കണക്റ്റേഴ്സ്, കണക്ടർ. എന്താ വെച്ചാൽ ഒരു പേജിൽ ചിലപ്പോൾ ഫ്ലോ ചാർട്ട് ഒതുങ്ങി അടുത്ത പേജിലേക്ക് പോകണമെങ്കിൽ ആ രണ്ട് പേജുകൾ നമ്മൾ കണക്ട് ചെയ്യണമെങ്കിലാണ് ഇത് ഉപയോഗിക്കുന്നത്, കണക്ടേഴ്സ്. അപ്പൊ ഏതൊക്കെ സിമ്പിൾസ് ആണുള്ളത്? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിമ്പിൾ, ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേറെ സിമ്പിൾ, പ്രോസസ്സിങ്ങിന് വേറെ സിമ്പിൾ, ഡിസിഷൻ ബോക്സിനാണ് റോംബസ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കുമ്പോൾ വിച്ച് സിമ്പിൾ ഈസ് ബീങ് യൂസ്ഡ് ഫോർ ഡിസിഷൻ ബോക്സ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട റോംബസ് എന്നുള്ളതാണ്. ഫ്ലോയ്ക്കാണ് നമ്മൾ ആരോസ് ഉപയോഗിക്കുന്നത്, പിന്നെ കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത്രയും സിമ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞ ഈ സംഭവത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ആശയത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ വെച്ചപ്പോൾ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ വേരിയസ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്. ഇത് വളരെ സിമ്പിൾ ആയ ഇത്ര എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. അപ്പൊ ഇത് നല്ലൊരു ഒന്നുകൂടി പഠിക്കാനില്ല. അൽഗോരിതം നമ്മൾ നേരെ ചിത്രത്തിലാക്കിയിരുന്ന ഫ്ലോ ചാർട്ട് അതായി. അപ്പൊ എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോ ചാർട്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ ഫ്ലോ ചാർട്ട് വരച്ചു. നേരത്തെ നമ്മൾ ചെയ്തതാണ് 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണാനുള്ള ഒരു ഫ്ലോ ചാർട്ട്. അത് നമുക്ക് വരച്ചു നോക്കാം. കാണാണ്ടല്ലോ അല്ലെ? ഓക്കെ, നമുക്കിതില് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാം. Flow chart to find out sum and average of 3 numbers. എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാട്ടോ, ഒന്നുമില്ല, വളരെ വളരെ സിമ്പിൾ ആയ കാര്യം. ഇപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട് സിമ്പിൾ ആണ്. സ്റ്റാർട്ട് സിമ്പിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? സ്റ്റാർട്ട് സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? ഡൗട്ട് വളരെ അൽഗോരിതം നോക്കിയാൽ മതി. ചോദ്യം എന്തായിരുന്നു? 3 നമ്പറിന്റെ സം ആൻഡ് ആവറേജ് കാണാം. അപ്പൊ 3 നമ്പർ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണം. അപ്പൊ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു? പാരലോഗ്രാം. ഇൻപുട്ട് എക്സ് വൈ സെറ്റ് 3. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 3 എണ്ണം കൂടെ കൂട്ടണം, അതിന്റെ ആവറേജ് കാണണം. അപ്പൊ ഇത് രണ്ടും എന്താണ്? പ്രോസസ്സിംഗ് നടക്കുന്നത് അല്ലെ? കൂട്ടലാണെങ്കിൽ ആവറേജ് കാണുകയാണെങ്കിൽ ആവറേജ് കാണുന്നത് എന്താ ചെയ്യണമെങ്കിൽ ടോട്ടൽ നമ്മൾ ഹരിക്കുക ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിലൊരു പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എഴുതാം. എസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്. ഇതിൽ നമുക്ക് ആവറേജ് കൂടെ കാണാൻ എഴുതാം. എ ഇസ് ഈക്വൽ ടു എസ് ബൈ 3. ഇപ്പൊ നമുക്ക് അത് അടുത്ത സ്റ്റെപ്പിൽ എക്സ് വൈ സെറ്റ് മാത്രം ഒരു ബോക്സിൽ എഴുതണം. തൊട്ടടുത്ത സ്റ്റെപ്പിൽ എ ഇസ് ഈക്വൽ എസ് ബൈ 3 എഴുതാം. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ട്. അപ്പൊ രണ്ടും ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്.
ഇപ്പൊ എന്തായി? നമുക്കിത് രണ്ടെണ്ണം സമ്മും ആവറേജ് നമ്മൾ കണ്ടു. ഇനി അതിനെ ഔട്ട്പുട്ട് പ്രിന്റ് എടുക്കാം, പുറത്തേക്ക് എടുക്കണം. പ്രിന്റ് യെസ് കോമ ഇ ഇത് നിങ്ങൾക്ക് ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 3 മാർക്കിന്റെ. ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഇത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യും. എന്താണ് അത് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല. ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്കിവിടെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ജസ്റ്റ് ഷെയർ. ഇപ്പോ നമ്മൾ നേരത്തെ വരച്ച ഫ്ലോ ചാർട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വരച്ചത്. ചിലപ്പോൾ നിങ്ങൾ അതിലേക്ക് ഈ പറഞ്ഞ പോലെ അത് എത്തിയിട്ടില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. ഒന്നുകൂടെ ഒന്ന് വരച്ചത് എങ്ങനെയാണ് വരച്ചത്? സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് കാണണമെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും പറയൂ. ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്റ്റാർട്ട്. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഇൻപുട്ട് എ കോമ ബി കോമ സി. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? ഞാൻ നേരത്തെ എക്സ് വൈ സെഡ് ആണ് എടുത്തത്. ഇവിടെ എ കോമ എന്തായാലും കുഴപ്പമില്ല. എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആവറേജ് എ വി എന്ന് കൊടുക്കാം, കാരണം ഇവിടെ നമ്മൾ എ എടുത്തുകൊണ്ട് എ വി എടുത്ത ബുദ്ധിമുട്ടാവും. അപ്പൊ ആവറേജ് എ ബി ഈക്വൽ എസ് ബൈ 3. പ്രിന്റ് എസ് കോമ എ വി. ഇതാണ് നമ്മളുടെ 3 നമ്പറിന്റെ സമ്മും ആവറേജും കാണാനുള്ള സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പൊ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഷെയറിംഗ് കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരു നമുക്ക് ഇതൊക്കെ ഇനി ഫ്ലോ ചാർട്ടിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോ ചാർട്ടുകൾ മാത്രമല്ല നമുക്ക് ഉണ്ടാവും. കുറച്ച് ഒരു ലേശം കൂടെ ഒരു ഹയർ ലെവലുള്ള ഫ്ലോ ചാർട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, റോംബസ്, ഡിസിഷൻ ബോക്സ്. ഈ ഡിസിഷൻ ബോക്സ് വരുന്ന 1-2 എക്സാമ്പിൾസ് അതുകൂടി നമുക്ക് നോക്കി നോക്കാം എന്താ. നമ്മൾ ലേശം കൂടെ ഒരു ഹയർ ലെവലിലുള്ള ഒരു ഇത് പഠിക്കാൻ പോവുകയാണ്, ഫ്ലോ ചാർട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് 2 സംഖ്യകളിൽ ഏത് സംഖ്യയാണോ വലുത് എന്ന് കണ്ടുപിടിക്കും. അപ്പൊ അതിനൊരു ഫ്ലോ ചാർട്ട് ആണ് വരയ്ക്കുന്നത്. ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ഔട്ട് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ from 2 numbers. 2 നമ്പർ തന്നിട്ടുണ്ടോ? ഏതെങ്കിലും 2 നമ്പർ എടുക്കുക, ഇഷ്ടമുള്ള 2 നമ്പർ എടുക്കാം. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. അതിനൊരു ഫ്ലോ ചാർട്ട് ഒന്ന് വരയ്ക്കാം.
ഏതോ ആയിക്കോട്ടെ 2 നമ്പറിലെ വലിയ നമ്പർ ഏതാണ് അത് കണ്ടുപിടിക്കുക. അപ്പൊ 2 നമ്പറിൽ വലിയ നമ്പർ ഏതാണ്? ഉദാഹരണത്തിന് നമ്മൾ ഒരാളെടുത്തത് 10, ഒരാളെടുത്തത് 10, 15 വന്നു. അപ്പൊ അയാൾക്ക് വലിയ നമ്പർ 15ആണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഏതോ 2 നമ്പർ നമുക്ക് ആ 2 നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് തൽക്കാലം എ ബി എടുക്കാം. എന്താ പറയുക, എക്സ് വൈ എടുക്കാം, ഇതൊന്നും കുഴപ്പമില്ല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എ 10 ബി 15. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ബി ആണ് വലിയ നമ്പർ. വേറൊരാള് 20, 10 ആണ്. അപ്പൊ അയാളുടെ എ 20, അയാളുടെ ബി 10. നോക്കുന്ന സമയത്ത് അയാൾക്ക് ഏതാ നമ്പർ വലുത് കിട്ടിയത്? എ ആണ് അയാളുടെ വലുത്. അതെങ്ങനെ കിട്ടുന്നത്? നമ്മൾ 10, 15 വലുത് നമുക്ക് കണ്ണുടച്ച് പറയാൻ പറ്റും 15 ആണ്. പക്ഷെ കമ്പ്യൂട്ടറാണ് കണ്ണുടച്ച് പറയാൻ പറ്റില്ല. കമ്പ്യൂട്ടർ പ്രത്യേക രീതിയിലൂടെ പോയിട്ട് മാത്രമേ കമ്പ്യൂട്ടറിന് അത് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. 10, 15 ഏതാണ് വലിയ നമ്പർ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് 15 എന്നുള്ളതെന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമുക്ക് 15 എന്നുള്ളത് അറിയുന്നത് ശരിക്കും എങ്ങനെയാണ്? നമ്മൾ 2 നമ്പർ നോക്കി, 2 നമ്പർ എ ബിയേക്കാൾ വലുതാണെങ്കിൽ എ ആണ് വലുത്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടെത്തുന്നത്. 2 നമ്പർ എയും ബിയും ആണ് ഇരിക്കുന്നത്. 2 നമ്പർ എയും ബിയും ആണ് ഇരിക്കുന്നത്. അപ്പൊ എ ബിയേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് 10, 15 വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ ആൻസർ അതെ എന്നാണെങ്കിൽ ഏതാണ് വലുത്? എ ആണ് വലുത്. അല്ല എന്നുണ്ടെങ്കിൽ ഏതാ വലുത്? ബി ആണ് വലുത്. നമ്മൾ വ്യക്തമാക്കി തരാം. എ ബിയേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. ആണ് എന്നാണ് ഉത്തരമെങ്കിൽ എന്താ അർത്ഥം? എ ആണ് വലുത്. അല്ലെങ്കിൽ അല്ല എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ ഏതാ വലുത്? ബി ആണ്. ഇനി നമുക്ക് അതിന്റെ ഫ്ലോചാർട്ട് ഫ്ലോചാർട്ട് വരയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട്. ഞാൻ വരയ്ക്കുന്നത് നോക്കണ്ട കേട്ടോ. ഇത് സിമ്പിൾ ആണ്. സിമ്പിൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആദ്യം 2 ലൈൻ ഇട്ടാൽ മതി. 2 ലൈൻ ഇട്ടിട്ട് ഇന്നലെ കറക്റ്റ് ചെയ്യാം. കർവ് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2 നമ്പർ അല്ലേ നമുക്ക് വലുതാണോ? അപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് എ, ബി. എ ബി ആയിക്കോട്ടെ. ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട സംഭവം വരുന്നത്. എയും ബിയും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യണം. വെറുതെ നമുക്ക് എ ആണ് വലുത് ബി ആണ് വലുത് പറയാൻ പറ്റില്ല. എ ബിയോട് വലുതാണോ ചെറുതാണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഡിസിഷൻ ബോക്സ്. അപ്പൊ അവിടെ എ ബിയേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ തീരുമാനം എടുക്കണം. ഡിസിഷൻ ബോക്സ് എന്നാണ് പറയുക. അപ്പൊ ഈ ഒരു ചെക്കിങ്ങിന് എപ്പോഴും എന്തുണ്ടാവും? 2 ഉത്തരം ഉണ്ടാവും. അതായത് എ ബിയേക്കാൾ വലുതാണോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ആട്ടോ. ക്വസ്റ്റ്യൻ മാർക്കാണ്. എ ബിയേക്കാൾ വലുതാണോ ചോദ്യം. അപ്പൊ അതിന് യെസ് ആൻസർ ഉണ്ടാവാം. എപ്പോഴും എ ബിയേക്കാൾ വലുതായിക്കോളുന്നില്ല. എപ്പോഴും ബി എയേക്കാൾ വലുതായിക്കോളുന്നില്ല. അപ്പൊ എപ്പോ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ എടുത്തു എ 10, ബി 15. ഇവിടുത്തെ കണ്ടീഷനിൽ എ ബിയേക്കാൾ വലുതല്ല. എ 20, ബി 10 ഇവിടെ വന്നെടുത്തു. അവിടെ എന്താണ്? എ ബിയേക്കാൾ വലുതാണ്. അപ്പൊ എപ്പോഴും നമുക്ക് എ വലുതാണെന്ന് പറയാൻ പറ്റും, എപ്പോഴും ബി വലുതാണെന്ന് പറയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് അവർ എപ്പോ ഏതൊരു കണ്ടീഷൻ, ഇത് പറയുന്ന പേരാണ് കണ്ടീഷൻ. ഇതിന് 2 ഒന്ന് യെസ് ഉണ്ടാവും, ഒന്ന് നോയും ഉണ്ടാവും. യെസ് ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ ചോദ്യം എന്നാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? എ ബിയേക്കാൾ ചെറുതാണോ നല്ല ചോദ്യം. അങ്ങനെ ഇവിടെ ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കുറച്ചിട്ട് ഫൈൻഡ് ഔട്ട് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ, വലുതാണോ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എ ബിയേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു. യെസ് എന്നാണെങ്കിൽ ഏതാ വലുത് എന്ന് പറയാം. യെസ് ആണെങ്കിൽ ഏതാ വലുത്? എ ആണ് വലുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സിമ്പിൾ ആയിട്ട് വരുന്നത് യെസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മാറ്റി വരയ്ക്കാം. സ്റ്റാർട്ട്. എ ബി ഇൻപുട്ട് ചെയ്തു. ഡിസിഷൻ ബോക്സ് വെച്ചു. എ ബിയേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു. യെസ്. വലുതാണെങ്കിൽ ഇവിടെ എന്ത് പ്രിന്റ് ചെയ്താൽ മതി? പ്രിന്റിന് ഇതാണ് പാരലോഗ്രാമാണ്. എ ലാർജ്. നോ. നോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എ ബിയേക്കാൾ വലുതാണോ എന്ന് ചോദിക്കും. നോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ബി വലുതാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും?
പ്രിന്റ് ബി ലാർജ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇവിടെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ്. അപ്പൊ നമ്മള് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ സിമ്പിൾ ആയി തോന്നുന്നു. ഇന്നത്തെ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. എ ബിയേക്കാൾ വലുതാണോ, അങ്ങനെ വലുതാണോ എന്ന് ചോദിച്ച സമയത്ത് യെസ് എന്നാണ് നമ്മുടെ ആൻസർ എങ്കിൽ വലുതാണ്. അപ്പൊ ഏതാ വലുത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. എ ബിയേക്കാൾ വലുതാണോ എന്ന് ചോദ്യം അതെ എന്നാണ് ചെയ്യേണ്ടത്. അതാണ് ഈ വഴിക്ക് പോകുന്നത്. എ ലാർജ് എന്ന് പ്രിന്റ് ചെയ്യും. നമുക്ക് കിട്ടിയതാണ് എ ലാർജ്. എ ബിയേക്കാൾ വലുതാണോ എന്ന് ചോദ്യം അല്ല, നോ ആണ് ആൻസർ കിട്ടിയത്. അപ്പൊ ഏതാ വലുത്? പ്രിന്റ് ബി ലാർജ്. രണ്ടും കൂടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ രണ്ട് നമ്പറിൽ വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഒരേ സമയം രണ്ടും കൂടി വലുതാവില്ല. ഈക്വൽ ടു ഉള്ള കണ്ടീഷൻ വരാം. നമുക്ക് ഇനി ചർച്ച ചെയ്യും. ഇപ്പൊ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം ഈ ഡിസിഷൻ ബോക്സ് എന്ന് പറയുന്നത്. മൈക്ക് ഓഫ് ചെയ്താൽ അപ്പോൾ ഈ ഡിസിഷൻ ബോക്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചത്. ഡിസിഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കാമെന്നുള്ള ഡിസിഷൻ തീരുമാനം നടത്തുന്നത്. അപ്പൊ ഡിസിഷൻ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് കണ്ടോ രണ്ട് ഔട്ട്പുട്ട് പോകും. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ സ്റ്റാർട്ട് സിമ്പിൾ. ഇവിടെ നിന്ന് കണ്ടോ സ്റ്റാർട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ടേ പോകും. പുറത്തേക്ക് ഒന്നല്ലേ പോകുന്നത്. ഇൻപുട്ട് സിമ്പിൾ കണ്ടോ ഈ പാരലോഗ്രാം. ഈ പാരലോഗ്രാമിലേക്ക് ഒരു ഇൻപുട്ടും വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് സ്റ്റാർട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് വരുന്നു. ഈ ഇൻപുട്ടിൽ നിന്ന് ഒരു ഔട്ട്പുട്ടിലേക്കാണ് പോകുന്നത്. ഈ ഡിസിഷൻ ബോക്സ് നോക്കി ഈ റോംബസ് നോക്കി. ഈ റോംബസിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഇൻപുട്ട് വരും. എത്ര ഔട്ട്പുട്ട് ഉണ്ട്? രണ്ടെണ്ണം. അപ്പൊ രണ്ട് ഔട്ട്പുട്ട് ഉള്ള ഫ്ലോ ചാർട്ടുള്ള ഒരേ ഒരു സിമ്പൽ ഏതാണ്? റോംബസ്. ഇത് ചിലപ്പോൾ സംശയിക്കാം. അതായത് ദ സിമ്പൽ വിച്ച് ഹാസ് ടു ഔട്ട്പുട്ട്സ് ഏതാണ്? റോംബസ് ആണ്. ബാക്കി നിങ്ങൾ പ്രോസസ്സിംഗ് എടുത്താലും ഈ സംഭവം പ്രോസസ്സിംഗ് എടുത്താലും ഒക്കെ എന്താണ്? ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. അതെ. പക്ഷെ ഏതിന് മാത്രമേ രണ്ട് ഔട്ട്പുട്ട് ഉള്ളൂ? കാരണം ഇതിൽ നിന്ന് രണ്ടെണ്ണം പോകുന്നത്. കാരണം യെസ് പോകുന്നുണ്ട്, നോ പോകുന്നുണ്ട്. അപ്പൊ ഒരു സമയം യെസ് ഇങ്ങനെ മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ പോകുള്ളൂ. ഒരേ സമയം രണ്ട് സൈഡിലും പോകില്ലല്ലോ. കാരണം ഒരേ സമയം എ ബിയെക്കാട്ട് വലുതാവും ചെറുതാവും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പൊ ഡിസിഷൻ ബോക്സ് എന്ന് ഇതിന് പേര് വരാൻ കാരണം ഇവിടെ നമ്മൾ തീരുമാനിക്കണം ഇവിടേക്ക് ഇതിലൂടെ പോകണം, അത് ഇതിലൂടെ പോകണം. അതാണ് ഡിസിഷൻ ബോക്സ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇത് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് വരച്ചെടുക്കും. വളരെ പെട്ടെന്ന് 2-3 മിനിറ്റ് സമയം തരാം. വലിയ കൃത്യത പിന്നെ വൃത്തിയിലേക്ക് പിന്നെ വരച്ചെടുക്കാം. ഇപ്പൊ നിങ്ങൾ വളരെ പെട്ടെന്ന് വരച്ചു.
ഇനി നിങ്ങൾക്ക് ലേശം കൂടെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള വേറൊരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കാണുന്നില്ല? ആരെങ്കിലും പറയൂ, സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, കാണുന്നുണ്ടല്ലോ? ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ 3 നമ്പേഴ്സിൽ വലിയ നമ്പർ ഏതാണ്? 3 നമ്പേഴ്സിൽ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. 3 നമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ 2 നമ്പേഴ്സ് ആവുന്ന സമയത്ത് നമുക്ക് അറിയാം, സിമിലർ നമുക്ക് കണ്ടുപിടിക്കും. പക്ഷെ 3 നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? നമുക്ക് ശരിക്കും ഒരു വർക്കായി തരണം. പക്ഷെ എന്നാലും നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനിൽ നമുക്ക് അങ്ങനെ നമുക്ക് വരയ്ക്കാൻ സമയം തരാം, ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ലേശം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നേരെ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്പേഴ്സ്. വളരെ സിമ്പിൾ. ബുക്കിൽ വേറെ രീതിയിൽ ഉണ്ടാവും, പല സ്ഥലത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേണം. വെറുതെ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ മതി. ഫ്ലോ ചാർട്ട് ഫൈൻഡ് ഔട്ട് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പോൾ ഗൂഗിളിൽ നമുക്ക് നമ്പർ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഏറ്റവും കോമ്പാറ്റബിൾ ആയിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ 3 നമ്പേഴ്സ് നമുക്ക് സേ പി ക്യു ആർ 3 നമ്പേഴ്സ്, ഏതെങ്കിലും 3 നമ്പർ സ്റ്റാർട്ട് വെച്ചു. നമ്മൾ ഇൻപുട്ട് 3 നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്യുന്നു. ഇൻപുട്ട് പി ക്യു ആർ 3 നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനുള്ള ഒരു ഫസ്റ്റ് നമ്മൾ ഈ കണ്ടീഷൻ ബോക്സിൽ, ഈ മറ്റേ ഡിസിഷൻ ബോക്സിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കണം 3 എണ്ണം ഒറ്റയടിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പി ഗ്രേറ്റർ ദാൻ ക്യൂ ഗ്രേറ്റർ ദാൻ ആർ, അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. 2 എണ്ണം മാത്രമേ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നോക്കുന്നു പി ക്യൂവിനേക്കാൾ വലുതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആട്ടോ, പി ക്യൂവിനേക്കാൾ വലുതാണ്. അപ്പൊ അതിന് എത്ര ഔട്ട്പുട്ട് ഉണ്ടാവും? ഇന്നത്തെ പറഞ്ഞ മാതിരി യെസ് ഔട്ട്പുട്ട് ഉണ്ടാവും, നോ ഔട്ട്പുട്ട് ഉണ്ടാവും. നോ എഴുതുന്നില്ല, എൻ എഴുതിയാൽ മതി. യെസ് ആണ്, നോ ആണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പി ക്യൂവിനേക്കാട്ട് വലുതാണോ എന്ന ചോദ്യത്തിന് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ ഏതാ വലുത്? പി ആണല്ലോ വലുത്. അപ്പൊ അങ്ങനെയല്ലേ വരിക? അപ്പൊ ഇവിടെ നമ്മൾ പി എന്നുള്ളത് ക്യൂവിനോട് ചെക്ക് ചെയ്തപ്പോൾ വലുതാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇവിടുന്ന് എന്തിനോട് ചെക്ക് ചെയ്യണം? പി ക്യൂവിനോട് മാത്രം ചെക്ക് ചെയ്താൽ പോരാ, 3 എണ്ണം ഉണ്ട്, പി ക്യൂ ആറുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനോട് ചെക്ക് ചെയ്യണം? പി ഏതിനോട് ചെക്ക് ചെയ്യണം? ആറിനോട് കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ അവിടുന്ന് വലുതാണ് എന്ന് പറഞ്ഞാൽ ഏതാ വലുത്? അതായത് പി ഇവിടെ ക്യൂവിനോട് ചെക്ക് ചെയ്തു, വലുതാണോ എന്ന് ചോദിച്ചു. ആണ് എങ്കിൽ ഈ വഴിക്ക് വരും, അല്ലാതെ അങ്ങനെ ഈ വഴിക്കട്ടോ പോകാം. നമുക്ക് നോക്കാം. അപ്പൊ പി വലുതാവാതിരിക്കാൻ 2 കണ്ടീഷൻ ഉണ്ടാവും. നമുക്ക് വലുതാണെന്നുള്ള കണ്ടീഷൻ എടുക്കാം. പി ക്യൂവിനെക്കാട്ടും വലുതാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കുറഞ്ഞിട്ട് വന്നു. അപ്പൊ ഇവിടെ നിന്ന് ക്യൂവിനെക്കാട്ടും വലുതാണെന്ന് എത്തി. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ക്യൂവിനെക്കാളും മാത്രം ചെക്ക് ചെയ്താൽ പോലെ ഏതിനോട് ചെക്ക് ചെയ്യണം? ആറിനോട് കൂടെ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ ആറിനോടും ചെക്ക് ചെയ്തു. ഇവിടുന്ന് ക്യൂവിനോട് ചെക്ക് ചെയ്തു, വലുതാണെന്ന് കിട്ടി. ഇവിടെ ആറിനോട് ചെക്ക് ചെയ്തു, അപ്പോഴും വലുതാണെന്ന് കിട്ടിയാൽ ഏറ്റവും വലുത് ഏതാണ്? പി ആണ്. നമ്മുടെ പി ലാർജസ്റ്റ്. ഇനി നമുക്ക് ഇവിടേക്ക് തിരിച്ചു പോകാം. പി ക്യൂവിനോട് ചെക്ക് ചെയ്തു, വലുതാണോ എന്ന് ചോദിച്ചു. അല്ല. അപ്പൊ ഏതാ വലുത്? ക്യൂ ആണ്. അപ്പൊ ഇവിടെ ക്യൂ ഇവിടെ വലുതാണെന്ന് കിട്ടി. ഇവിടെ വെച്ചപ്പോ ആ ക്യൂ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ക്യൂ എന്നുള്ള പിയോട് ചെക്ക് ചെയ്തു, വലുതാണെന്ന് കിട്ടി. അതേ ക്യൂ നമുക്ക് ഏതിനോട് ചെക്ക് ചെയ്യാണ്ട്? ആറിനോട് കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എസ് കിട്ടി. അതായത് ഇവിടെ ക്യൂ എന്നുള്ളത് പിയോട് ചെക്ക് ചെയ്തു, വലുതാണെന്ന് കിട്ടി. ഇവിടെ വന്നു ആ ക്യൂ ആറിനോട് ചെക്ക് ചെയ്തു, അപ്പോഴും വലുതാണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഏതാ വലുത് കിട്ടുന്നത്? ക്യൂ വലുതാണെന്ന് കിട്ടി. ക്യൂ ലാർജസ്റ്റ്. പ്രിന്റ് കൊടുക്കണ്ടോ? പ്രിന്റ് ക്യൂ ലാർജസ്റ്റ്. ഇവിടുത്തെ കണ്ടീഷൻ നോക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. പി ക്യൂവിനോട് വലുതാണോ നോക്കി. ആണ്. അപ്പൊ അങ്ങനെ വന്നു. ഇവിടെ ഏതാ വലുത്? ഇത് കൂടെ വരുന്ന ഏതാണ് വലുത്? പി ആണ് വലുത്. ഇവിടെ ക്യൂവിനെക്കാട്ടിലും വലുതായിട്ട് വരുന്ന പി ഇവിടെ ചെക്ക് ചെയ്തപ്പോ ആറിനെക്കാട്ടും വലുതല്ല.
അങ്ങനെ വരാമല്ലോ. 6 ഏറ്റവും വലുതാവുള്ള സംഭവം കണ്ടീഷൻ വരാമല്ലോ. ഒരാള് 5, 6, 7 എന്നാണ് എടുത്തെങ്കിൽ അയാളെ ഏറ്റവും സംഭവം അയാളെ ഏറ്റവും വലുത് ഏതാണ്? 7 ആണ്. അപ്പൊ ഇവിടെ പി എന്നുള്ള ക്യൂവിനെക്കാട്ടിലും വലുതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോ ഈ പി 6നെക്കാട്ടും വലുതല്ല. അതാണ് നോ എന്ന് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പി ക്യൂവിനെക്കാട്ടിലും വലുതാണോ എന്ന് ടെസ്റ്റ് ചെയ്തു. അല്ല. അല്ല എന്ന് പറഞ്ഞാൽ ഏതാ വലുത്? ക്യൂ ആണ് വലുത്. ഇങ്ങനെ പോകുന്ന ഏതാണ്? ക്യൂ ആണ്. ഇങ്ങോട്ട് പോകുന്ന ഏതാണ്? പി ആണ്. ഇങ്ങോട്ട് പോകുന്ന ഏതാണ്? പി ആണ്. ഇങ്ങോട്ട് പോകുന്ന ഏതാണ്? 6 ആണ്. ഇങ്ങോട്ട് പോകുന്ന 6 ആണ്. ഇങ്ങോട്ട് പോകുന്ന ക്യൂ ആണ്. അതുകൊണ്ട് പറഞ്ഞുതരാം. ഇവിടെ പി ക്യൂവിനെക്കാട്ടും വലുതാണോ ടെസ്റ്റ് ചെയ്തു. നോ എന്നാണ് ആൻസർ. അപ്പൊ ഏതാ വലുത്? ക്യൂ ആണ്. അപ്പൊ ക്യൂ ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഇതിനുള്ളിലേക്ക് കയറുമ്പോ പിന്നെക്കാട്ടും വലുതായതുകൊണ്ടാട്ടോ ഈ വഴിക്ക് വരുന്നത്. അപ്പൊ പിയോടെ ടെസ്റ്റ് ചെയ്തു. പി എന്നുള്ളത് ക്യൂ എന്നുള്ളത് പിന്നെക്കാട്ടും വലുതാണെന്ന് കിട്ടി. ഇവിടെ എത്തി. ഇവിടെ നിന്ന് പിന്നെക്കാട്ടിലും വലുതായിട്ട് വരുന്ന ക്യൂ ഇവിടെ എത്തിയപ്പോ 6നോട് ടെസ്റ്റ് ചെയ്തു. അപ്പൊ വലുതല്ല, ചെറുതാണ്. അപ്പൊ ഏത് വഴിക്ക് മുന്നോട്ട് പോകും? അപ്പൊ ഇവിടെ നിന്ന് ഇതിലേക്ക് കയറുന്നത് വരെ പിന്നെക്കാട്ടും വലുതായിരുന്നു ക്യൂ. അപ്പൊ അതായത് ക്യൂ ആണ് വലുത്. പിയും ക്യൂ മാത്രമേ നോക്കിയിട്ടുള്ളൂ, ക്യൂ ആണ് വലുത്. ഇവിടെ എത്തിയപ്പോ ആ ക്യൂ 6നേക്കാൾ നോക്കിയപ്പോ ചെറുതാണ്. അപ്പൊ ഏതാ വലുത്? 6 വലുത്. അങ്ങനെയാണ് ഇവിടെ. ഇത് 3 കണക്ട് ചെയ്തേ. അതുപോലെ സൂക്ഷിച്ച് അനലൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ കാര്യം ചെയ്യുക. 5, 6, 7, 6, 5, 6, 7, 5, 7, 6, 5 ഈ 3 നമുക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്യും. എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓരോ സമയത്ത് ഇവിടെ നമുക്ക് ഏത് കിട്ടണം? 6 വലുത് കിട്ടണം. ഇവിടെ നമുക്ക് ക്യൂ വലുത് കിട്ടണം. ഇവിടെ നമുക്ക് പി വലുത് കിട്ടണം. ഈ ഫ്ലോ ചാർട്ട് ഫോളോ ചെയ്ത് അത് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ നമുക്ക് അത് കിട്ടുന്നതാണ്. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിയും ക്യൂവും വലുതാണ് ഏതാന്ന് നോക്കി. ഇവിടെ വലുത് ഏതാണ്? പി ക്യൂവിനേക്കാൾ ടെസ്റ്റ് ചെയ്തു. പി ഒരുമിച്ച് 3 കൂടെ ഒരിക്കലും ഒറ്റ ഡിസിഷൻ ബോക്സിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പി ക്യൂവിനേക്കാളും വലുതാണെന്ന് നോക്കി. ആണ്. യെസ് എന്നാണ് ആൻസർ എങ്കിൽ ഏതാ വലുത്? പി ആണ് വലുത്. ഇവിടെ ആ വരുന്ന പി 6നോട് വലുതാണോ നോക്കി. യെസ് ആണ് ആൻസർ. അപ്പൊ പി ആണല്ലോ വലുത്. അപ്പൊ നേരം ഇവിടെ പി ക്യൂവിനേക്കാളും വലുതാണ് ആൻസർ വലുതാണ്. അങ്ങനെ വലുതാണ് നോക്കിയ സംഭവം ഈ നേരം ഇങ്ങോട്ട് വന്നു. ഇവിടെ വെച്ചിട്ട് പി ക്യൂവിനെക്കാട്ടും വലുതായ പി ഇവിടെ എത്തിയപ്പോ 6നോട് നോക്കിയപ്പോ വലുതല്ല. അപ്പൊ നേരം ഇങ്ങോട്ട് വന്നു. അപ്പൊ 6ആണ് വലുത്. ഈ രീതിയിൽ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഒരു 2-3 എക്സാമ്പിൾ എടുത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു വളരെ ചെറിയൊരു പ്രോഗ്രാം. ഒരു ബുക്കിലുള്ള പ്രോഗ്രാമാണ്. Find out the area and the perimeter of a rectangle. Area and perimeter of a rectangle. എന്താ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ? ദീർഘചതുരം. ദീർഘചതുരത്തിന്റെ ഏരിയ എങ്ങനെ കാണാൻ പറ്റും? ലെങ്ത് എ ആണ്, ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ എ ഇൻറ്റു ബി ആണെന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോ ചാർട്ട് ആട്ടോ. എ ഇൻറ്റു ബി, എ ഗുണിക്കണം ബി ആണ് അതിന്റെ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ്. ചുറ്റളവ് എങ്ങനെ കാണാൻ പറ്റും? 2 ഇൻറ്റു എ പ്ലസ് ബി ആണ് ചുറ്റളവ്. അപ്പൊ ഇതിനെങ്ങനെ ഫ്ലോ ചാർട്ടിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും? കാരണം ഞാൻ നമുക്ക് വേറെ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയമുള്ള ഫ്ലോ ചാർട്ട് ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്. സ്റ്റാർട്ട്. ആദ്യത്തെ എന്താണ് വേണ്ടത് നമുക്ക്? അപ്പൊ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏരിയ കാണണം, പെരിമീറ്റർ കാണണമെങ്കിൽ ആദ്യം നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കണം? എയും ബിയും കൊടുക്കണം. എ ബി എന്ന് പറഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്. നമുക്ക് എക്ക് പകരം നമുക്ക് ലെങ്ത് കൊടുക്കാം. എൽ എന്താണ്? ലെങ്ത് എൽ, ബ്രെഡ്ത്ത്. ലെങ്ത് തന്നെ സൂചിപ്പിക്കാൻ എൽ, ബ്രെഡ്ത്തിനെ സൂചിപ്പിക്കാൻ ബി.
എൽ എ ബി മാറ്റിയിട്ട് എല്ലും ബിയും ആക്കാം. എൽ ഇൻറ്റു ബി 2 ഇൻറ്റു എൽ പ്ലസ് ബി എ ബി കാണും. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണം എല്ലും ബിയും നമുക്ക് ഇൻപുട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? നമുക്ക് ഇൻപുട്ട് എൽ കോമ ബി ഏതെങ്കിലും എന്തായാലും നീളം വീതി കൊടുക്കണമല്ലോ. എല്ലും ബിന്ന് കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, എക്സ് വൈ എന്ന് വെച്ചാൽ കൊടുക്കാം. അപ്പൊ രണ്ടെണ്ണം ഇൻപുട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? നമുക്ക് ഏരിയ കാണണം. അതൊരു പ്രോസസ്സിംഗ് ആണ്, ആലോചിക്കണം. പ്രോസസ്സിംഗ്, അതായത് കണക്ക് കൂട്ടണം. അത് നമുക്ക് എന്തിന് എപ്പോഴും ഇടാൻ പറ്റുള്ളൂ? ഒരു റെക്ടാങ്കിളിലാണ് പറ്റുള്ളൂ. പെരിമീറ്റർ പി ഇസ് ഈക്വൽ ടു എങ്ങനെ കാണാൻ? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ് എന്ത്? പെരിമീറ്റർ, ചുറ്റളവ് കാണാം. എ ഏരിയ, എന്താ ഏരിയ കാണാൻ? എൽ ഇൻറ്റു ബി. ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? കമ്പ്യൂട്ടറിന് എന്തൊക്കെ കിട്ടി? കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ചുറ്റളവായിട്ടുള്ള പെരിമീറ്ററും ആൻഡ് ഏരിയ രണ്ടും കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും എന്ത് വേണം? നമുക്ക് പുറത്തേക്ക് കിട്ടണം. നമുക്ക് പുറത്തേക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എ കോമ പി. ദാറ്റ് മീൻസ് എ കണക്ക് കൂട്ടി വെച്ചിട്ട് പി ആണ്, രണ്ടും നമുക്ക് പുറത്തേക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന സംഭവം. ഇനി ഇതേ സംഭവത്തിന്റെ അൽഗോരിതം എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതി? എങ്ങനെ എഴുതിയാൽ മതി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ഇവിടെ സ്റ്റെപ്പ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, വെറുതെ 2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇൻപുട്ട് ഏതൊക്കെ ചെയ്യാനുള്ളത്? എൽ കോമ ബി. 3 പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. 4 ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. 5 print a comma p. 6 step 6 start. ഇത്രയും ചെയ്യാം. അതായത് ഈ അൽഗോരിതം എഴുതുന്നത് രണ്ടും നോക്കി അറിയാം. ഈ അൽഗോരിതം എഴുതുന്നതിനെ നമുക്ക് എന്തിലാദ്യം ഒരു ചിത്രങ്ങൾക്കുള്ളിലാക്കി മാറ്റിയാൽ എന്തായി? ഫ്ലോ ചാർട്ട്. അപ്പൊ ഈ അൽഗോരിതം എന്താണ്, ഫ്ലോ ചാർട്ട് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അതെന്താണെന്നുള്ള ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച ടോപ്പിക് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആദ്യത്തെ സ്റ്റെപ്പ് ആയിരുന്നു പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അത് നമുക്ക് വളരെ വിശദീകരിക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാമെന്നാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. അപ്പൊ ഇത് അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും? അത് കുറച്ച് സ്റ്റെപ്പുകൾ എങ്ങനെ എഴുതുന്നതാണ്. എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഹൗ എ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ്. ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് അതിന്റെ സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. അവിടെ സ്റ്റൈലിന് പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 സ്റ്റാർട്ട് തുടങ്ങി സ്റ്റോപ്പിൽ അവസാനിച്ച് ഇതാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ, ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഹൗ എ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ്. അതിന് കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉണ്ട്. സ്റ്റാർട്ടിന് ഒരു സിമ്പിൾ ഉണ്ട്, ഇൻപുട്ടിന് വേറെ സിമ്പിൾ ഉണ്ട്, പ്രോസസ്സിങ്ങിന് വേറെ സിമ്പിൾ, റോംബസ്, ഡിസിഷൻ ബോക്സ്, പാരലോഗ്രാം, അങ്ങനെ കുറെ സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുള്ളൂ. ഒരു അൽഗോരിതത്തിനെ ഈ സിമ്പിളിനുള്ളിലാക്കി മാറ്റിയാൽ അത് എന്തായി മാറി? ഫ്ലോ ചാർട്ട് ആയിരുന്നു. പക്ഷെ ഇതിന് കുറെ ലിമിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ രണ്ടെണ്ണത്തിനും കുറെ ലിമിറ്റേഷൻ വളരെ ഉണ്ടെന്നല്ല, അതൊക്കെ ഒരു ടൈം കൺസ്യൂമിങ് ആണ്, കുറെ സമയം ചെലവാക്കുന്നത്. അത് നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഓർത്ത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും ചെയ്ത കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുക. അടുത്ത സെക്ഷനിൽ നമുക്ക് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരാളും അടുത്ത ക്ലാസ് അത് മിസ്സാക്കാതിരിക്കുക. ലൈവിൽ കഴിഞ്ഞെങ്കിൽ ലൈവിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ഇടയിൽ നിങ്ങൾ കാണുക. കാരണം നമ്മളെ പ്രോഗ്രാമിങ്ങിന്റെ ഏറ്റവും ബേസ് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലാണ്. നിർബന്ധമായിട്ടും അത് കണ്ടിരിക്കണം. കാരണം എന്നാലെയാണ് അത് അടുത്ത അതിന്റെ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഈ നല്ല കണ്ടീഷൻ, അതായത് രണ്ടായി പിരിയുന്നതൊക്കെ ഉണ്ടല്ലേ, യെസ് റോംബസ് കൊടുത്ത ഡിസിഷൻ ബോക്സ് യെസ് ഇന്നുമായിട്ട് പുറത്തേക്ക് പോകുന്നതൊക്കെ ഉണ്ടല്ലേ. ഇനി അടുത്തത് ഇതിന്റെ ലേശം കൂടെ ഹയർ ലെവലുള്ള സ്റ്റെപ്പാണ്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ നമ്മളെ ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ്സിലെ കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ കൊമേഴ്സ് സയൻസ് ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആയിരിക്കും അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. കാരണം അതിലാണ് നമ്മളെ പ്രോഗ്രാമിംഗ് ലോജിക് ഐഡിയ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്.
അത് പരമാവധി നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ നോക്കാം. ശരിക്കും അത് ക്ലാസ് റൂം ടീച്ചിങ് തന്നെയാണ് ശരിക്കും വേണ്ടത്. എന്നാലും പരമാവധി നമുക്ക് നോക്കാം എങ്ങനെ അത് ആവർത്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വരും, ലൂപ്പ് എന്നൊക്കെ പറയും, എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട്സ് എഴുതിയെടുക്കുക, ചിത്രം വരയ്ക്കുക, ഫ്ലോ ചാർട്ട് വരയ്ക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് വിശദമായ നോട്ട് ഞാൻ ക്ലാസ്സിൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓക്കെ. താങ്ക് യു.